സന്തോഷം, വളരെയധികം സന്തോഷം. എന്താ ഈ സമയത്ത് എങ്ങനെ ഈ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ എന്നെ ഈ ഒരു സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എന്റെ ഫാമിലി, അതെപ്പോഴും ഞാൻ എടുത്തു പറയുന്നില്ല. ആൻഡ് ഞങ്ങളുടെ ക്രൂ, സ്പെഷ്യലി എന്റെ കൂടെ അഭിനയിച്ച അഷ്റഫിന്റെ കഥാപാത്രം ചെയ്ത കുമാർ സുനിൽ ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സീനിയർ ആക്ടറായിട്ട് കൂടി ആള് നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം അറിയാൻ സാധിച്ചതിൽ. സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൂടിയാണ് ഇന്നത്തെ കാലത്ത് കൊടുക്കാൻ ഏറ്റവും വലിയൊരു മെസ്സേജ്. അത്തരം ഒരു ചിത്രം ഏറ്റെടുക്കുന്ന ഒരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെയായിരുന്നു? ഇല്ലല്ല, ഞാൻ നോക്കിയത് ഈ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തത്. മികച്ച നടന് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്ന മമ്മൂട്ടിന്റെ അവാർഡിനൊപ്പമാണ് മികച്ച നടിയായിട്ട് ഷംനയുടെ പേര് പരിഗണിച്ചിരിക്കുന്നത്. ഏതൊരു നടനായാലും സന്തോഷം. ആരുടെ കൂടെയാണെങ്കിലും നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ ബഹുമതി തന്നെയാണ്. എന്നെ പോലെ വളർന്നു വരുന്ന ഒരു ആൾക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇപ്പം മമ്മൂക്കന്റെ കൂടെയാണെന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം. അതൊരു അത്ഭുതമാണ്. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ച എല്ലാ അഭിനേത്രിമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തന്നെ അതിന്റെ വരവ് അറിയിച്ച സിനിമയാണ്. ആ ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ക്രൂ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കുമാർ ചേട്ടൻ, പിന്നെ വിജി ചേച്ചി, ഫാസിൽ, ഞങ്ങളുടെ ഡയറക്ടർ, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് സുധീഷ് കറിയ, താമർ KV, അവരെ പരിചയപ്പെട്ട തന്നെ 1001 നുണകൾ എന്ന് പറഞ്ഞ സിനിമ വഴിയാണ്. ആ സിനിമ വഴിയാണ് എനിക്ക് ഈ ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ കിട്ടുന്നത്. അപ്പം ഇതിന്റെ ക്രൂവും എന്റെ മുന്നത്തെ സിനിമയും ഈ ഒരു സിനിമയിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലരും വർഷങ്ങളായിട്ട് രംഗത്തിന്റെ ഏറ്റവും ഇതുപോലെ അവാർഡ് കിട്ടാത്തതാണ്. ഇപ്പൊ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഒരുപാട് നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞ അതൊരിക്കലും എന്റെ മാത്രം ഒരു ഇതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ക്രൂ മെമ്പേഴ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞത്. എന്താണ് ഈ മുന്നോട്ടുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ എന്താണ്? നല്ല സിനിമകൾ വന്നാൽ ചെയ്യണം, അത്ര തന്നെ. മുന്നോട്ടേക്കുള്ള പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഈ അവാർഡ് അപ്പുറത്തേക്കല്ലേ, പെർഫോമൻസ് തന്നെ എനിക്ക് ഫോക്കസ്. അതെ, പെർഫോമൻസിലാണ് തീർച്ചയായിട്ടും. പിന്നെ നല്ല സിനിമകൾ, നല്ല കഥകളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുശേഷം ഓഫറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ? വന്നിരുന്നു.